യെസ്, കേരളം കാതോർക്കുന്ന വിധി പ്രസ്താവം ഉടൻ വരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. നേരത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന കേസുകൾക്ക് ശേഷം ഇപ്പോൾ ഈ കേസ് വിളിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ കേസിന്മേൽ തീരുമാനമുണ്ടാകുമോ, അതായത് വിധി പ്രസ്താവം ഉണ്ടാകുമോ എന്നതിൽ വ്യക്തത കൈവരും. അല്പസമയത്തിനകം നമുക്ക് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരും. അതായത് കേസ് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലിസ്റ്റ് ചെയ്തിട്ടുള്ള 13 കേസുകൾ, മറ്റ് കേസുകളുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, കേസ് ഇപ്പോൾ പരിഗണനയ്ക്ക് എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മളെ അറിയിച്ചിരുന്നത് 14 കേസുകളാണ് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഈ പ്രത്യേക കോടതിയിൽ തന്നെ എടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നു. അത് ഈ 13 കേസുകൾ പരിഗണിച്ച ശേഷം, അതായത് ഇതിൽ വിശദമായ വാദം കേട്ട ശേഷമേ ഈ കേസ്, അതായത് ഈ പ്രതികളുടെ ശിക്ഷ വിധിക്കുന്ന കേസ് പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേസ് വിളിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ശിക്ഷാവിധി എന്തൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ കോടതി വ്യക്തമാക്കാതെ തുടർന്ന് അതിൽ വാദം നടക്കും. പ്രോസിക്യൂഷൻ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ നൽകാനുള്ള വാദം നടക്കും. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട ജീവപര്യന്തം, അതായത് ഗൂഢാലോചന, കൂട്ടബലാത്സംഗം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ഗൂഢാലോചനയ്ക്കും ബലാത്സംഗത്തിനും ഏറ്റവും ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ജീവപര്യന്തം ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണം എന്ന് തന്നെ ആയിരിക്കും കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ കുറച്ചു നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചായിട്ടായിരിക്കും പ്രതിഭാഗം അഡ്വക്കേറ്റ്സ് കോടതിയെ എത്തുക. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ തന്നെ പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പൾസർ സുനി അടക്കമുള്ളവർ 7.5 വർഷക്കാലത്തോളം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും മിനിമം 20 വർഷമെങ്കിലും ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്, വകുപ്പുകൾ ഏതൊക്കെയാണ്? എന്തായാലും 120B-യും 376B-യും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണ്? 9 കുറ്റങ്ങളാണ് പൾസർ സുനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രതിക്കെതിരെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, മെമ്മറി കാർഡ്, ഈ നടിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ കോടതിയിൽ ഹാജരാക്കാനുള്ള സാഹചര്യത്തിൽ അതിലെ മുഴുവൻ ഡാറ്റയും റിട്രീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ച ശേഷമാണ് എത്തിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ IT വകുപ്പ് അനുസരിച്ചുള്ള കുറ്റങ്ങൾ പൾസർ സുനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇതാ മാധ്യമങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് സൂചിപ്പിക്കേണ്ടത്. പല അഭ്യൂഹങ്ങളും കഥകളുമൊക്കെ കെട്ടിച്ചമയ്ക്കുന്ന മാധ്യമങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണം നമുക്ക് മാധ്യമങ്ങൾക്ക് താക്കീത് നൽകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും കോടതിയുടെ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. തെറ്റിദ്ധാരണാജനകമാകുന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പശ്ചാത്തലത്തെ തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടാകുന്നു എന്നുള്ളതാണ്. ജഡ്ജിയുടെ ഭൂതകാലം അന്വേഷിച്ചോളൂ എന്ന് കോടതി പറയുന്നു. കോടതി നടപടികൾ പാലിക്കണം എന്ന വളരെ കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതേസമയം ഇതാ മറ്റു വാദങ്ങൾ തുടരുന്നു. പൾസർ സുനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വാദം എന്നത് കുടുംബ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പശ്ചാത്തലമാണ്. അതായത് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന വാദം പൾസർ സുനി ഉന്നയിക്കുകയാണ്. അതായത് നിരവധി വകുപ്പുകളാണ് പൾസർ സുനിക്ക് നേരെ ചുമത്തിയിട്ടുള്ളത്. ജീവപര്യന്തം അടക്കമുള്ള തടവ് ലഭിച്ചേക്കാവുന്ന വളരെ കൃത്യമായ വകുപ്പുകൾ ചുമത്തിയ പശ്ചാത്തലത്തിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന നിർദ്ദേശം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദം, ആ വാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യത, ആ സാധ്യതയിൽ നിന്ന് തലയൂരുക അല്ലെങ്കിൽ സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ നടത്തുന്നത്. അവിടെയാണ് പൾസർ സുനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്കുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ശിക്ഷാ ഇളവ് ലഭിക്കണം എന്നുള്ളതാണ്. രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന്റെ വാദം എന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വാദം മാർട്ടിൻ ഇപ്പോൾ ഉന്നയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന രണ്ടാം പ്രതിയായ മാർട്ടിൻ ഇപ്പോൾ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. മാർട്ടിനായിരുന്നു കൃത്യമായി വാഹനത്തിന്റെ ഗതി, വേഗത, ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് വാഹനം കടന്നു പോകുന്നത് എന്നത് പൾസർ സുനിയെ അറിയിച്ചത് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നു താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന്.
എടുത്തു പറയേണ്ടത് മാധ്യമങ്ങൾക്ക് താക്കീതുണ്ടാകുന്നു, കോടതിയുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, കോടതിയെ സംബന്ധിച്ചിടത്തോളം അഭ്യൂഹങ്ങളോ ചാനൽ ചർച്ചകളിലെ വിധികർത്താക്കളുടെ പ്രതികരണങ്ങളോ ഒന്നുമല്ല പ്രധാനം. കേസിൽ അന്വേഷണം നടത്തി എന്തൊക്കെ കണ്ടെത്തലുകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. നടൻ ദിലീപിനെ അടക്കം കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങൾ തന്നെയാണ് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഒരു പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ ആകാം കോടതി വിട്ടയക്കുന്നത്. അഭ്യൂഹങ്ങളുടെ പേരിൽ കോടതിക്കാരെയും ശിക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി ഉറപ്പിച്ചു പറയുന്നു. അതായത് അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രമാണ് കോടതിക്ക് ഇത്തരം ഗൂഢാലോചനകളിൽ ശിക്ഷ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്, ഗൂഢാലോചന തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കഠിനമായ പ്രയത്നകരമായ ജോലി തന്നെയാണ്. പക്ഷേ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പരസ്പരം ഗൂഢാലോചന നടത്തിയിരുന്നു. ആ ഗൂഢാലോചനയിൽ 6 പേർക്കും പങ്കുണ്ട് എന്നും ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പൾസർ സുനിയാണ് എന്നും കോടതിക്ക് ബോധ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒക്കെ വിജയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. പക്ഷേ 7 ചാർലി മുതൽ 10ാം പ്രതിയായിട്ടുള്ള VIP ശരത്ത് വരെയുള്ളവരുടെ പങ്ക് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അതല്ല എങ്കിൽ അവരിൽ ആരെങ്കിലുമൊക്കെ കുറ്റക്കാരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്നത്. അതിനു പകരം അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴടക്കം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ സൂക്ഷിച്ചു വേണം കോടതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അതല്ല എങ്കിൽ കോടതി അലക്ഷ്യം പോലെയുള്ള നടപടികൾ തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് നേരിടേണ്ടതായി വരും എന്ന സൂചന തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പൾസർ സുനിയുടേത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഇപ്പോൾ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. പൾസർ സുനി 1ാം പ്രതിയാണ്. കേസിൽ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന വാദമാണ് പൾസർ സുനി ഉന്നയിച്ചത്. 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് വാദമായി ഉന്നയിച്ചത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു എന്ന വാദം കൂടി മാർട്ടിൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് മാർട്ടിന് നേരെയുണ്ടാകുന്ന ശിക്ഷാവിധിയിൽ ഈ 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന്റെ ഇളവ് കൂടി ലഭിക്കണം എന്ന ഒരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെയും കുടുംബ പശ്ചാത്തലം കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അസുഖമുള്ള മാതാപിതാക്കൾ ഉണ്ട് എന്നതാണ് മാർട്ടിന്റെ മറ്റൊരു വാദം എന്നതാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കെതിരെ മുമ്പൊരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്ന വാദം കൂടി മാർട്ടിൻ ഉന്നയിക്കുകയാണ്. ശിക്ഷ ഒഴിവാക്കണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. അങ്ങേയറ്റം വൈകാരികമായ രംഗം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കുറ്റകൃത്യത്തിലേർപ്പെട്ട മാർട്ടിൻ ആ സമയത്ത് ഇത് വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കോടതിയുടെ മുന്നിലേക്ക് തെളിവുകളായി എത്തിയത് മാർട്ടിന്റെ പങ്ക് തന്നെയാണ്. മാർട്ടിനായിരുന്നു അതിജീവിത സഞ്ചരിച്ച വാഹനം ഓടിച്ചിരുന്നത്. ആ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പൾസർ സുനിക്ക് കൈമാറിയിരുന്നത് മാർട്ടിനാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിരുന്നു. എന്തുകൊണ്ട് മാർട്ടിനെ പോലെ ഒരാൾ, അതായത് നടിയെ മനഃപൂർവ്വം നടി സഞ്ചരിച്ച വാഹനത്തിലേക്ക് പൾസർ സുനിയുടെ ടെമ്പോ ട്രാവലർ ഇടിക്കുന്നു, അതിനുശേഷം മാർട്ടിൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്താണ് മറ്റു പ്രതികൾ വാഹനത്തിനുള്ളിൽ കടന്നത്. അപ്പോഴും മാർട്ടിൻ തന്നെയാണ് ആ വാഹനം ഓടിച്ചത്. അങ്ങനെ പരിചയമില്ലാത്ത 2 പേർ, ഗൂഢാലോചനയുടെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ 2 പേർ വാഹനത്തിൽ കയറുമ്പോൾ എന്തിനാണ് മാർട്ടിൻ പിന്നീട് ആ വാഹനം ഓടിച്ചത്? ഒരറിവുമില്ലാതെയാണോ മാർട്ടിൻ വാഹനം ഓടിച്ചത്? എന്തുകൊണ്ട് ഒരു സ്ത്രീ തൻ്റെ വാഹനത്തിലുള്ളപ്പോൾ 2 പുരുഷന്മാർ അതിലേക്ക് കയറിയപ്പോൾ ആ വാഹനം പിന്നീടും ഓടിച്ചു? അപ്പോൾ ഇവിടെ കരഞ്ഞ് അപേക്ഷിച്ചത് കൊണ്ടൊന്നും ശിക്ഷ ഒഴിവാക്കപ്പെടുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന തെളിവുകൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കൃത്യമായി വാദമുന്നയിക്കാൻ സാധിച്ചുവെങ്കിൽ മാർട്ടിനും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ മാർട്ടിൻ ഈ ബലാത്കാരം ചെയ്യുന്ന പ്രവൃത്തിയിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അതിൽ മണികണ്ഠനും പൾസർ സുനിയുമാണ് പ്രധാനപ്പെട്ട ഉത്തരവാദികളെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അവരാണ്